എൻട്രി കൊമേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് AI അക്കൗണ്ടിംഗ് മേഖലയിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. വെറും തിയറി അല്ല, കുറച്ചധികം കേസ് സ്റ്റഡീസ്. ലോകത്തിലെ മുൻനിര കമ്പനികൾ AI എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. നമ്പർ 1, KPMG ഓഡിറ്റിംഗിലെ വിപ്ലവം. കണക്കുകൾ പരിശോധിക്കുന്നതിന് ഒരുപാട് സമയവും അധ്വാനവും ആവശ്യമാണ്. KPMG പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ AI ഉപയോഗിച്ച് ഈ ജോലി വളരെ എളുപ്പമാക്കി. KPMGയുടെ ക്ലാര എന്ന പേരുള്ള AI പ്ലാറ്റ്ഫോം ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷനുകളെ ഒരേ സമയം വിശകലനം ചെയ്യും. ഒരു ഓഡിറ്റർക്ക് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് കണ്ടെത്തേണ്ട കാര്യങ്ങൾ AI ഏതാനും മിനിറ്റുകൾ കൊണ്ട് കണ്ടെത്തും. ഉദാഹരണത്തിന്, ഒരു കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ എവിടെയെങ്കിലും അസ്വാഭാവികമായ പാറ്റേണുകൾ ഉണ്ടോ എന്ന് AI വളരെ വേഗത്തിൽ കണ്ടുപിടിക്കും. ഇത് ഓഡിറ്റിംഗ് കൂടുതൽ കൃത്യവും വേഗത്തിലുമാക്കുന്നു. നമ്പർ 2, ഡിലോയിറ്റ് ഇൻവോയ്സ് ഓട്ടോമേഷൻ. വലിയ കമ്പനികളിൽ ഒരുപാട് ഇൻവോയ്സുകൾ അല്ലെങ്കിൽ ബില്ലുകൾ വരും. ഇവ ഓരോന്നും കൈകൊണ്ട് മാച്ച് ചെയ്യുന്നത് വലിയൊരു ജോലിയാണ്. ഡിലോയിറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ AI ഉപയോഗിച്ച് ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്നു. AIക്ക് ഇൻവോയ്സുകളിലെ വിവരങ്ങൾ, അതായത് നമ്പർ, തുക, തീയതി, ഇതൊക്കെ വായിച്ചെടുക്കാനാകും. അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ പർച്ചേസ് ഓർഡറുകളും പേയ്മെന്റുകളും തമ്മിൽ ഓട്ടോമാറ്റിക്കായി മാച്ച് ചെയ്യാനും സാധിക്കും. ഇത് സമയം ലാഭിക്കുക മാത്രമല്ല, മനുഷ്യർക്ക് സംഭവിക്കാവുന്ന തെറ്റുകൾ ഒഴിവാക്കുകയും ചെയ്യും. നമ്പർ 3, മൈൻഡ് ബ്രിഡ്ജ് AI ഫ്രോഡ് ഡിറ്റക്ഷൻ. ഒരു അക്കൗണ്ടിംഗ് ഫേമിൽ എവിടെയെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. മൈൻഡ് ബ്രിഡ്ജ് AI എന്ന ഈ കമ്പനി ഈ പ്രശ്നത്തിന് ഒരു AI സൊല്യൂഷൻ ഉണ്ടാക്കി. ഈ AI സോഫ്റ്റ്വെയർ ഒരു കമ്പനിയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും വിശകലനം ചെയ്യും. എന്നിട്ട് സാധാരണ നിലയിൽ സംഭവിക്കാത്ത എന്തെങ്കിലും അസാധാരണമായ ഇടപാടുകൾ, ഉദാഹരണത്തിന് വളരെ വലിയൊരു തുക ഒരു സ്ഥാപനത്തിന് നൽകുന്നത്, അത് തിരിച്ചറിയും. ഇത് അക്കൗണ്ടൻസിനെ തട്ടിപ്പുകൾ വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. നമ്പർ 4, സീറോ ഓട്ടോമാറ്റിക് ബാങ്ക് റീകൺസിലേഷൻ. സീറോ ഒരു ജനപ്രിയ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ബാങ്കുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും. ബാങ്കിൽ നടക്കുന്ന ഓരോ ഇടപാടും ഓട്ടോമാറ്റിക്കായി സീറോയിലേക്ക് വരും. സീറോയുടെ AI അൽഗോരിതംസ് ഈ ഇടപാടുകളെ ഇൻവോയ്സുകളും ബില്ലുകളും എന്ന രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാച്ച് ചെയ്യും. ഇതിന് ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറയും. ഇത് സമയം ലാഭിക്കുകയും കണക്കുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. നമ്പർ 5, ഇൻറ്റ്യൂട്ടിന്റെ ക്വിക്ക് ബുക്സ് ഓട്ടോമാറ്റിക് ഡാറ്റ എൻട്രി. ഇൻറ്റ്യൂട്ട് കമ്പനിയുടെ ക്വിക്ക് ബുക്സ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർക്ക് ബില്ലുകളുടെയോ രസീതുകളുടെയോ ഫോട്ടോ എടുത്താൽ മതി. ക്വിക്ക് ബുക്സിലെ AI അതിൽ വിവരങ്ങൾ വായിച്ചെടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലേക്ക് ചേർക്കും. ഇത് ഡാറ്റ എൻട്രി ചെയ്യുന്നതിനുള്ള സമയം പൂർണ്ണമായി ഒഴിവാക്കുന്നു. ഈ ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് AI എന്നത് ഇനി ഒരു ഭാവിയുടെ കാര്യമല്ല, അത് ഇന്നത്തെ അക്കൗണ്ടിംഗ് ലോകത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞു. ഈ മാറ്റങ്ങൾ നമുക്ക് കൂടുതൽ സമയം ലാഭിക്കാനും കൂടുതൽ കൃത്യതയോടെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്